ഓ, മടുത്തു. ഇനി വയ്യ. നല്ല വിശപ്പ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും ഒരുപാട് ഇലകൾ കണ്ടുപിടിക്കാനുണ്ട്. മാത്യു, ഇനി അപ്പുറത്തൊരു സ്ഥലമുണ്ട്, മലരണിക്കാട്. മലരണിക്കാടെങ്കിൽ മലരണിക്കാട് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ മാർക്ക് കുറയും. പല പേരുകളും ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഓ, ആടലോടകം, തഴുതാമ, മുയൽ ചെവിയൻ, ആനച്ചുവടി, ഓ എന്തൊക്കെയാണോ. ഈ ചെടികളെല്ലാം കേട്ടുകേഴ്വി മാത്രമായി അല്ലേ? അതിനല്ലേ നമുക്ക് ഗുരുജിയുടെ ആശ്രമം. എന്തായാലും ഇതൊരു കടന്ന കൈയായി പോയി. ഇതൊക്കെ എവിടുന്ന് കണ്ടുപിടിക്കും നമ്മൾ? കണ്ടുപിടിച്ചേ പറ്റൂ. ഗുരുജിയുടെ വഴക്ക് കേൾക്കാൻ എനിക്ക് വയ്യ. ഗുരുജി പറഞ്ഞിരിക്കുന്ന എല്ലാ വള്ളികളുടെയും മരങ്ങളുടെയും ഇലകൾ സംഘടിപ്പിച്ചു കൊടുക്കണം. ആദ്യം സംഘടിപ്പിച്ചു കൊടുക്കുന്നവർക്ക് നല്ല സമ്മാനം ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നേ. കുട്ടികൾ പ്രകൃതിയെക്കുറിച്ച് അറിയുക, അതാണ് ഗുരുജിയുടെ ആഗ്രഹം. മാത്യു, ഈ പ്രകൃതി തന്നെ നല്ലൊരു കലവറയാണ്. അതിനെ ഇല്ലാതാക്കുകയല്ലേ മനുഷ്യന്റെ മാർഗം. നടന്നു നടന്ന് മടുത്തു. ഗുരുജി പറഞ്ഞ എല്ലാ ചെടികളുടെയും ഇലകൾ പറിച്ചെടുത്ത് കൊടുക്കണം. എന്തായാലും ഇലകൾ പറിച്ചല്ലേ പറ്റൂ. എങ്കിൽ ഇനി നമുക്ക് മലരണിക്കാട്ടിലേക്ക് പോകാം. ദീപു, നടന്നു നടന്നു മടുത്തു. ഇനി എനിക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ വയ്യ. അത് ശരിയാ, എനിക്കും വയ്യ. ഇനിയും മുന്നോട്ട് പോകാൻ എനിക്കൊട്ടും വയ്യ. പറക്കാനും വയ്യ. ഓ, ഈ ഗുരുജിയുടെ ഒരു കാര്യം. 2 ടീമായി നമ്മൾ തിരിച്ചു വിട്ടിരിക്കല്ലേ. മാത്യുവും ജോളിയൊക്കെ എവിടെയാണോ എന്തോ. അത് ശരിയാ. ഈ നട്ടുച്ച നേരത്ത് നമ്മളെയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ കണ്ട മാർഗം പ്രകൃതി പഠനത്തിന് വേണ്ടിയാണത്രേ ഈ കഷ്ടപ്പാടൊക്കെ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല രേണുകേ. ഈ പറഞ്ഞിരിക്കുന്ന ഇലകളൊക്കെ കണ്ടെത്തിയേ പറ്റൂ. ആ, ഫോട്ടോ ഉള്ളത് കൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാ. പക്ഷേ കാണണ്ടേ? ആരോടെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ അറിയാവുന്നവരാരുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സുന്ദരി? ഇതൊക്കെ എവിടുന്ന് സംഘടിപ്പിക്കും? കുറച്ചൊക്കെ ഞാൻ ശേഖരിച്ച് തന്നില്ലേ. ഇനി എന്നെ കൊണ്ട് വയ്യ. അതെന്താ? മനുഷ്യർ ഈ മരങ്ങളെല്ലാം വെട്ടി അവിടെയെല്ലാം വേറൊരു തരം മരം വെച്ച് പിടിപ്പിച്ചിരിക്കുക. ഒരു തരം പാൽമരം. സുന്ദരി, അതാണ് റബ്ബർ മരം. എന്തായാലും അവിടെയൊന്നും മറ്റ് മരങ്ങളൊന്നുമില്ല, വള്ളികളുമില്ല. ഹോ, അതിന്റെ വേര് പോലും തിന്നാൻ പറ്റില്ല. അതല്ലേ ഞങ്ങളൊക്കെ ഇത്ര പട്ടിണിയായത്. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇലകളൊക്കെ പറിച്ചെടുക്കണം. ദീപു, ഇന്ന് അവസാന ദിവസമാ. ഇന്ന് വൈകിട്ട് 7 മണിക്ക് മുമ്പ് ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഇലകൾ ഗുരുജിയുടെ അടുത്തെത്തിക്കണം. ഓ, എനിക്ക് വയ്യ. ഇനി ഒരടി കൂടി മുന്നോട്ട് വെക്കാൻ എനിക്ക് വയ്യ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ സംഘടിപ്പിച്ചല്ലേ പറ്റൂ. ഞാൻ വല്ലാതെ തളർന്നു. ഇനി വയ്യ. എത്ര ദിവസമായി നമ്മൾ ഈ തിരച്ചിൽ തുടങ്ങിയിട്ട്? ഇനി കുറച്ചുകൂടി നടന്നു നോക്കാം ദീപു. നേരത്തെ നിലത്ത് യഥേഷ്ടം നിന്നിരുന്ന തൊട്ടാവാടി പോലും ഒരിടത്തുമില്ല. നമുക്ക് ശ്രമിക്കാം ദീപു. കിട്ടാവുന്നിടത്തോളം കണ്ടെത്താം. എന്താ? ശരി, ഇവരുടെ ഒരു കാര്യം. പോകാം. ചെമ്പൻ കരടിയും മരങ്ങളിലെ ഇലകൾ ശേഖരിക്കാൻ പോയിട്ടുണ്ട്. കരടിയേക്കാൾ പാച്ചുവിനല്ലേ മരത്തിൽ കയറാൻ മിടുക്ക്. മാത്യു, ഞാൻ മരത്തിലൂടെ ചാടി ചാടി മടുത്തു. നല്ല വിശപ്പുണ്ട്. എനിക്ക് നല്ല മടുപ്പായി തുടങ്ങി. എത്ര ദിവസമായി നമ്മൾ ഈ ശേഖരണം തുടങ്ങിയിട്ട്? നമ്മൾ കുട്ടികൾക്ക് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ ജോളി? അത് പിന്നെ പറയണോ? പല മരങ്ങളും ആദ്യമായിട്ടാ കാണുന്നത്. അതിന്റെ പേരും ആദ്യമായിട്ടാ കേൾക്കുന്നത് തന്നെ. അത് മനസ്സിലാക്കാൻ ഗുരുജിയുടെ ഒരു തന്ത്രമാണ് ഈ ശേഖരണം. ഈ ലിസ്റ്റിലുള്ള ഇലകളെല്ലാം പറിച്ച് ഗുരുജിയുടെ അടുത്തെത്തിച്ചാലേ നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. സത്യം പറയാലോ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ശരിക്കും മടുത്തു കേട്ടോ.
ആരാ മടുക്കാത്തത്? നമ്മുടെ രേണുകയും ദീപുവും മൊട്ടു സുന്ദരിയും ഒക്കെ ശരിക്കും മടുത്തെന്നാ നമ്മൾ അറിഞ്ഞത്. എല്ലാവരും ആശ്രമത്തിൽ നിന്ന് ആദ്യം ഇറങ്ങിയ ഉത്സാഹം ഒന്നുമില്ല. എന്തെല്ലാം കാര്യങ്ങളാ അന്ന് പറഞ്ഞത്. ഓ, അന്ന് അതൊക്കെ നല്ല ഉത്സാഹത്തിലങ്ങ് പറഞ്ഞു. പിന്നല്ലാതെ എന്തു ചെയ്യും? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടുപിടിച്ചല്ലേ പറ്റൂ. എന്തു ചെയ്യും? ഗുരുജി പറഞ്ഞ കുറെ ഇലകളൊക്കെ ആയി ജോളി. വാ, സമയം ഒത്തിരിയായി. മുഴുവൻ ഇലകളും ഇന്ന് കണ്ടെത്തി ശേഖരിക്കണം. ഒരു കണക്കിന് നല്ല രസമാ. പുതിയ ചെടികളെ കുറിച്ച് അറിയാനൊക്കെ പറ്റി. വാ, നമുക്ക് അവിടേക്ക് പോകാം. അവിടെയാവുമ്പോൾ നല്ല ഇലകൾ കിട്ടിയേക്കും. നമ്മുടെ ചെമ്പം പോയിട്ട് ഒരുപാട് നേരമായല്ലോ. ചെമ്പം വല്ല മരത്തിന്റെ ഇല പറിക്കാൻ പോയതായിരിക്കും. ചിലപ്പോ വല്ല തേൻകൂടും കിട്ടിക്കാണും. എടാ മണ്ട, തേൻകൂട് കിട്ടാൻ ഇത് കാടൊന്നുമല്ല, ഇത് നാടാ. ആ, മുമ്പ് ഇവിടെ കാടായിരുന്നല്ലോ. ആ, അത് ശരിയാ. പക്ഷേ ഇവിടെ ഇപ്പം കാടില്ല. പകരം മുഴുവൻ കോൺക്രീറ്റ് വനങ്ങളാ. ദേ, അവിടെ ഒരു ഉറുമ്പിനെ കാണുന്നുണ്ട്. എവിടെ? നമുക്ക് ആ ഉറുമ്പിനോട് ചോദിച്ചാലോ? എന്താ ചെങ്ങാതിയുടെ പേര്? എന്റെ പേര് പൊന്നൻ. പൊന്നൻ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഭക്ഷണം തേടി ഇറങ്ങിയതാ. പൊന്നൻ എങ്ങനെയാ ഒറ്റയ്ക്കായത്? മറ്റുള്ളവരൊക്കെ എവിടെ? മറ്റുള്ളവരൊക്കെ മാളത്തിൽ മടിപിടിച്ചിരിക്കുകയായിരിക്കും, അല്ലേ പൊന്ന? ഞങ്ങൾ ഒരിക്കലും മടി പിടിച്ചിരിക്കുന്നവരല്ല, എപ്പോഴും ഉത്സാഹികളാ. അതെന്താ പൊന്ന? ഞങ്ങളെക്കാൾ വലിപ്പമുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല. ഞങ്ങൾ വളരെ ഉത്സാഹികളാണ്. വേനൽക്കാലത്ത് ആവശ്യമുള്ള ഭക്ഷണം ഞങ്ങൾ മുൻപേ കരുതി വയ്ക്കും. ഓ, എങ്കിൽ മഴക്കാലത്ത് ബുദ്ധിമുട്ടുണ്ടാകില്ല, അതല്ലേ കാര്യം? അതെ, അതാണ് ഞങ്ങളുടെ മാർഗം. ഞങ്ങൾ അധ്വാനശീലരാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മടിയന്മാരേ ഇല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ മടിയന്മാരേ ഉള്ളൂ. സത്യം പറയാലോ പൊന്ന, ഇനി ഒരുപാട് ഇലകൾ പറിക്കാനുണ്ട്. ഞങ്ങൾക്ക് വയ്യ, മടുത്തു. ശരിയാണ് പൊന്ന, മടിയാണ്. അല്ലാതെ നീ വിചാരിക്കും പോലെ. മടിയല്ല, വയ്യ. നടന്ന് നടന്ന് മടുത്തു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? ഗുരുജിയോട് പറഞ്ഞ് നമുക്ക് ക്ഷമ ചോദിക്കാം. ഇനി കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറയാം. അതാ നല്ലത്. നമുക്ക് ഗുരുജിയുടെ അടുത്തേക്ക് പോകാം. വിശന്ന് വിശന്ന് അവശനായി വാച്ചു. ഈ അന്വേഷണം നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ മടുത്തു. എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാണെന്ന് നമുക്ക് അങ്ങോട്ട് ചെന്ന് പറയാം. നമുക്ക് ഗുരുജിയോട് പറഞ്ഞ് തോൽവി സമ്മതിക്കാം. ദീപവും കൂട്ടരും ഒരു പക്ഷെ എവിടെയാണോ? അവരും അവശരായെന്നാ പറയുന്നത്. പൊന്ന, ഞങ്ങൾ ഗുരുജിയുടെ അടുത്തേക്ക് പോവുക. ഞങ്ങൾ മടുത്തു. മടിയന്മാർ മടിയന്മാർ മല ചുമക്കും. കഷ്ടം. പോകുന്ന പോക്ക് കണ്ടില്ലേ? ഓ, നമുക്ക് ഗുരുജിയുടെ അടുത്തേക്ക് പോകാം. ഛേ, നാണക്കേടായി പോയല്ലോ. എന്തെല്ലാം കാര്യങ്ങളാ നമ്മൾ പറഞ്ഞത്. അതെല്ലാം പോയി. ഇനി പറ്റില്ല. ഗുരുജിയുടെ ലിസ്റ്റിൽ പറഞ്ഞ ഇലകളെല്ലാം പറിക്കാൻ ഇനി പറ്റില്ല. ഹോ, മുഴുവൻ ഇലകളും പറിച്ചുകൊണ്ട് വന്ന് കാണിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോയത് തന്നെ. അയ്യോ, തോറ്റാൽ കൊത്തി തിന്നാൻ ഒന്നും കിട്ടില്ലെന്നാ ഗുരുജി പറഞ്ഞിരിക്കുന്നത്. ഛേ, ഇത് ഇത്ര വലിയ പണിയാകുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. ആ, അതേ ദീപു, ഞാനും പ്രതീക്ഷിച്ചില്ല. ഇലയല്ല, വേരുകളായിരുന്നെങ്കിൽ ഞാൻ ഒരു കൈ പരീക്ഷിച്ചേനെ. ദീപു, മാത്യുവിനും ടീമിനും മുഴുവൻ ഇലകളും കിട്ടിയോ എന്തോ. അവർ ഈ മത്സരത്തിൽ ജയിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ഹോ,
എങ്കിൽ പാച്ചുവിന്റെ അഹങ്കാരം കൂടും. കാട്ടിലെ എല്ലാ ഇലകളും മരങ്ങളും അവന് നിശ്ചയമാണെന്നല്ലേ അവൻ പറയുന്നത്. ഇവിടുത്തെ എല്ലാ മരങ്ങളും ആളുകൾ വെട്ടി നശിപ്പിച്ചു. ഞങ്ങൾക്ക് പറന്നിറങ്ങാനും കൂടുവെക്കാനും ഇലകളും ചില്ലകളും ഒന്നുമില്ലാതായി. ഇനി നമ്മൾ കിട്ടിയ ഇലകളുമായി ഗുരുജിയുടെ അടുത്ത് ചെല്ലുന്നു. തോൽവി സമ്മതിക്കുന്നു. എന്താ? ഛേ, നാണക്കേടായി പോയി. ജയിക്കാവെന്ന് പ്രതീക്ഷിച്ചു. ഛേ. രേണു, ഇത് തോൽവിയല്ലല്ലോ, ഇലകൾ കിട്ടാത്തതല്ലേ, അതല്ലേ കാരണം. അത് ശരിയാ. ഒരു കണക്കിന് നമ്മൾ തോറ്റതല്ല അല്ലേ? നമുക്ക് തോൽക്കാൻ മനസ്സില്ല ദീപു. എനിക്കതല്ല വിഷമം. നമുക്ക് ഭക്ഷണം ലഭിക്കില്ല, അത് തന്നെ കാരണം. അത് ശരിയാ. ഇനിയും നമ്മൾ ഈ കാര്യത്തിന് ശ്രമിച്ചാൽ നമ്മൾ തീർന്നു പോകും. വാ, നമുക്ക് ഗുരുജിയുടെ അടുത്തേക്ക് പോകാം. എന്തായാലും തോൽവി സമ്മതിക്കാം. അപ്പോ എല്ലാവരും കഴിയില്ലാന്ന് സ്വയം തീരുമാനിച്ച് മടങ്ങി വന്നിരിക്കുകയാണല്ലേ? അതെ, അതെ, സമ്മതിച്ചു. സമ്മതിച്ചു. ഇനി പറ്റില്ല ഗുരുജി, വയ്യ. അതെ, അതെ, സമ്മതിച്ചു. ഞങ്ങൾക്ക് വയ്യ, പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണമൊക്കെ? ഇനി വയ്യ ഗുരുജി. ലിസ്റ്റിൽ എഴുതുന്ന പല ഇലകളും ഇന്ന് ഭൂമുഖത്ത് തന്നെയില്ല. ഗുരുജി പറഞ്ഞു തന്ന തൊട്ടാവാടിയുടെ ഇല നോക്കി നടന്ന് ഒരിടത്തും കിട്ടിയില്ല. ഞാൻ ഗുരുജി പറഞ്ഞ ആടലോടകം എന്ന ചെടിയുടെ ഇല തേടി നടന്നു. പക്ഷേ ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല. സത്യം പറയാമല്ലോ ഗുരുജി, യഥേഷ്ടമായി കണ്ടിരുന്ന തുമ്പപ്പൂ പോലും ഇപ്പൊ കാണാനില്ല. ശരി, ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു തന്നാലോ? ഗുരുജിക്ക് പറ്റിയേക്കും, പക്ഷേ അത് ഞങ്ങളെ കൊണ്ട് വയ്യ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇലകളെപ്പറ്റിയും ചെടികളുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയും അറിയാനും പഠിക്കാനുമാണ് ഞാൻ ഈ പരീക്ഷണം നടത്തിയത്. ആട്ടെ, നിങ്ങളെ മടിയന്മാരെന്ന് പരിഹസിച്ചതാരാണ്? അത് ജോളി ഗുരുജിയോട് പറഞ്ഞതല്ലേ, ഒരു ഉറുമ്പിന്റെ കാര്യം. കുഞ്ഞുങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ മടിയന്മാരുടെ ഉറുമ്പിനെ മാതൃയാക്കി പറയുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് ഗുരുജി? മടിയനായ മനുഷ്യ, എറുമ്പിന്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക. അത് മേലാളനോ കാവൽക്കാരനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചും വയ്ക്കുന്നു. അതിവിടെ പരാമർശിക്കാൻ കാരണം എന്താണ് ഗുരുജി? കുഞ്ഞുങ്ങളെ, നിസ്സാരനായ ഉറുമ്പ് സ്വയം ശക്തിയാർജിച്ച് വിവേകത്തോടെ അതിനുള്ള ഭക്ഷണം കരുതുന്നു. അതായത് സ്വന്തം പ്രയത്നം കൊണ്ട് ഉപജീവനം നടത്തുന്നു. ഞങ്ങൾക്ക് വയ്യ, അതുകൊണ്ടാ. വേറെ ഒന്നും വിചാരിക്കരുത്. ലക്ഷ്യബോധമില്ലാത്തവർക്ക് ഒരിക്കലും വിജയത്തിലെത്താൻ കഴിയില്ല. അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ്. കഠിന പരിശ്രമത്താൽ പൂർണ്ണ വിജയം വരിച്ചവരെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭയങ്കര പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ടാ ഗുരുജി ഞങ്ങൾക്കിത് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത്. മാത്യു, പായ്വഞ്ചിക്കപ്പലിൽ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഭയങ്കരമായ ആ കൊടുങ്കാറ്റിലൂടെയുള്ള യാത്ര, ഹോ, ഭയങ്കരം തന്നെ. കുഞ്ഞുങ്ങളെ, അലറി വരുന്ന കാറ്റിനെ തങ്ങളുടെ യാത്രയ്ക്ക് അനുകൂലമായ രീതിയിൽ തുണികൾ വലിച്ചു കെട്ടിയാണ് കപ്പിത്താൻ പായ്ക്കപ്പലിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. അതുപോലെ പ്രതികൂലങ്ങളെ നിങ്ങളുടെ വിജയത്തിന് തടസ്സമാകാത്ത രീതിയിൽ മാറ്റിയെടുക്കണം. നിങ്ങളുടെ മടി മാറ്റണം. ത്യാഗം സഹിച്ച് എടുത്ത തീരുമാനം പൂർത്തിയാക്കണം. എന്താ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇപ്പോ ഞങ്ങൾക്ക് തെറ്റ് മനസ്സിലായി. ഞങ്ങൾ തീരുമാനിച്ചു. ഗുരുജി പറഞ്ഞത് സമ്മതിക്കുന്നു. ഇനി ഞങ്ങൾ പരിശ്രമിക്കും. വിജയം നേടും വരെ പരിശ്രമിക്കും. എന്താ? കുഞ്ഞുങ്ങളെ, സ്ഥിര ഉത്സാഹികൾ ഭരണം നടത്തും. എന്നാൽ അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കുക. അങ്ങനെയുള്ളവരാണ് ജീവിത വിജയം കൈവരിക്കുന്നത്. എന്താ, ഞാൻ പറഞ്ഞ കഥകൾ
നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഉറുമ്പുകളെ പോലെ സ്ഥിരോത്സാഹികളായി ജീവിക്കുക.